ഞാനൊരു ഗ്യാങ് സ്റ്റോക്ക് വിക്റ്റമാണ്. ഗ്യാങ് സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയാൻ മേലാത്തവരോട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പറയാം. നമ്മൾ അറിയാൻ മേലാത്ത ആൾക്കാർ നമ്മൾ കുറേ സ്ഥിരമായിട്ട് നമ്മൾ സർവൈലൻസ് ചെയ്യുക, ലൈക്ക് കോൺസ്റ്റൻ്റ്ലി സർവൈലൻസ് നമ്മുടെ പുറകെ ഇങ്ങനെ വാച്ച് ചെയ്യുക, ആൾക്കാരെ ഉപയോഗിച്ച് നമ്മളെ ഹറാസ് ചെയ്യുക, നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ ലൈഫ് തന്നെ മാക്സിമം സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ. ഇവരും നമ്മളായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, ഇവരെ ആരെയും അറിയത്തുപോലുമില്ല. ദേ ആർ സ്ട്രേഞ്ചേഴ്സ് ടു അസ്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു വിക്ടിം, അതായത് ടാർഗറ്റഡ് ഇൻഡിവിജ്വലിനെ ലൈഫ് സ്പോയിൽ ചെയ്യുക, അവരെ മാക്സിമം കൺട്രോൾ ചെയ്യുക, അവരുടെ ജീവിതം നശിപ്പിക്കുക. ആൻഡ് ബൈ ഡൂയിങ് ദിസ് ദേ ക്യാൻ കണ്ടിന്യൂ വർക്കിംഗ് ആൻഡ് ഏർണിംഗ് ത്രൂ ദിസ്. സോ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ക്രൈം തന്നെയാണ്. ഇറ്റ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്, പിന്തുടരുക എന്ന് പറയുന്നത് തന്നെ സെക്ഷൻ 354D IPC സെക്ഷൻ 354D പ്രകാരം 3 തൊട്ട് 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന ഒരു പണിഷ്മെൻറ്റ്, ഒരു ക്രൈമാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ ഇത്രയും നിമിഷം നോക്കിയാൽ പോലും നമ്മൾ പോലീസിനെ വിളിച്ചാൽ അവരെ പിടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ 2 കൊല്ലമായിട്ട് ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. കേരള, കോട്ടയം. ഞാനിപ്പം പല സ്ഥലത്ത് ഇത് ചൂഷണം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിസരത്ത്, വീടിൻ്റെ അയലത്ത് തന്നെ ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്. അവരുടെ വീടുകൾ ഉപയോഗിച്ച് ഒരു ഹൈഡ് ഔട്ടായിട്ട് ഉപയോഗിക്കുന്നു, സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചുറ്റത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വണ്ടികളിലും വാഹനങ്ങളിൽ 2 വീലേഴ്സിൽ വന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കുക, കണ്ണുരുട്ടി കാണിക്കുക, വണ്ടികൾ അടുത്ത് വന്ന് ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അയലത്തെ ആളിനെ ഉപയോഗിച്ച് എന്നെ വണ്ടി കൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുക. It is not legal in no way. No official, no authority, no private investigator, no person of any department, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കും ഈ ചെയ്യുന്ന കാര്യങ്ങൾ അനുവാദമുള്ളതല്ല. നിയമപ്രകാരം ഒരു ആൾക്കും ഇത് ചെയ്യാൻ അനുവാദമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ അവർ എന്ത് പൊസിഷനോ ആരെന്നോ എന്തെന്നോ ഒരു എക്സ്ക്യൂസ്, ഒരു എക്സ്പ്ലനേഷൻ ഇത് തരാൻ അവർക്ക് പറ്റത്തില്ല. ഇവർ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഒരു ആളിനെയും സ്ഥിരമായിട്ട് പിന്തുടരുന്ന, അവരുടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യോ, അവരെ ഡിസ്റ്റർബ് ചെയ്യോ, അവരെ ഹറാസ് ചെയ്യോ, വേണ്ടാത്ത വാക്കുകൾ പറയോ, അനാവശ്യങ്ങൾ അവരോട് പറയോ, നാട്ടുകാരോട് അവരെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കി അവരെ ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല. ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ അയലത്തെ ആൾക്കാരെ തന്നെ ഉപയോഗിച്ച് അവരെന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇഷ്യൂസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവർ റിലീജിയസ് ഡിഫറൻസസ് കൊണ്ടുവരുന്നുണ്ട്, വെഹിക്കിൾസ് കൊണ്ട് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ഫാൾസ് ആലിഗേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, എന്നെ കോൺസ്റ്റൻ്റായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഷോർട്ട്, എൻ്റെ എല്ലാ രീതിയിലും എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പള്ളി പോകുമ്പോഴും അവിടെ ആൾക്കാരെ വിട്ട് പള്ളിയുടെ ഉള്ളിൽ തന്നെ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. അവർ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ ഒത്തിരി അടുത്തായിട്ട് വന്ന് നമ്മുടെ പേഴ്സണൽ സ്പേസിനകത്ത് ഇടിച്ചു കയറി നിന്ന് തൊടാൻ തക്കോല അത്രയ്ക്ക് അടുത്ത് വന്ന് നിന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പം ഇറ്റ്സ് പ്രിറ്റി ഡിസ്റ്റർബിങ്. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സൈക്കോളജിക്കലി, ഫിസിക്കലി, നോ വേ ദിസ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ എനി വേ. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ ആർ അപ്പോയിൻറ്റഡ് ടു ഡു ഇറ്റ് ബൈ പീപ്പിൾ ഫ്രം ഹിഡൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ വേരിയഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ ഔട്ട് ദ കൺട്രി, അറൗണ്ട് ദ ഗ്ലോബ്. എല്ലായിടത്തും നടത്തുന്ന ഒരു ക്രൈമാണ്. മനുഷ്യ പഠനം എന്ന് പറയും, ഹ്യൂമൻ എക്സ്പെറിമെൻറ്റേഷൻ, നമ്മുടെ തലച്ചോർ പഠനം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് മനസ്സിലാക്കാൻ നമ്മുടെ ബ്രെയിൻ റീഡ് ചെയ്യുക, ബ്രെയിൻ നമ്മുടെ തലച്ചോറ് വായിക്കുക. അത് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ അങ്ങനെ സംഭവിക്കും, പറ്റും. ഒരു മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ് ഇവർ ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ടെക്നോളജി അഥവാ വോയിസ് ടു സ്കൾ അഥവാ ഹവാന സിൻഡ്രോം എന്നതിന് പറയും. ഇവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആൾക്കാരുടെ ബ്രെയിൻ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്യും. പല രീതിയിൽ നമ്മുടെ സ്വഭാവം മാറ്റാനും നമ്മുടെ ഹെൽത്ത് സ്പോയിൽ ചെയ്യാനും ഇവർക്ക് കഴിയും. ഇറ്റ് ഈസ് എ വെരി ബിഗ് ക്രൈം. ഐ നീഡ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല. മില്യൺസ് അറൗണ്ട് ദ ഗ്ലോബാണ് ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത്. ലക്ഷങ്ങളാണ് മരിച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഓരോ ആൾക്കാർ മരിക്കുന്ന കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിലല്ല 10,000-കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒത്തിരി കേസസ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പലവരും സൂയിസൈഡ് ചെയ്തു. പക്ഷെ ആരും പുറത്തറിയുന്നില്ല ഇത് കാരണമാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ദ ഇൻഫർമേഷൻ ഈസ് ബീങ് ഹിഡൻ. സത്യം അവർ മറച്ചു വയ്ക്കുകയാണ്. ഇറ്റ് ഇസ് ടൈം ആ പീപ്പിൾ നോ ദ ട്രൂത്ത്. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു ക്രൈമാണ്. ഞാൻ ഒത്തിരി കംപ്ലയിൻറ്റ്സ് കൊടുത്തു. ഇവർക്കെതിരെ ആരും ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പല കള്ളക്കഥകൾ എന്നെക്കുറിച്ച് ഉണ്ടാക്കി ഇപ്പോഴും എൻ്റെ പുറകെ എന്നെ ചൂഷണം ചെയ്യുകയാണ്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല,
എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, കടകളിൽ പോകാൻ പറ്റില്ല. ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരെ ഓട്ടോക്കാർ വരെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കടകളിൽ പോയ അവരുടെ കൂടെ ആൾക്കാർ ഉടനെ ആ നിമിഷം തന്നെ കടകളിൽ കയറും. എന്നിട്ട് എന്താ പറയുക, അവരോട് ഓരോന്നോരോന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അത് പറയണം, ഇത് പറയണം, ഇത് എന്നെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും വാക്കുകൾ പറയും. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എടുക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ വന്ന് കൈയിട്ട് നമ്മളെ മതി ഫിസിക്കലി ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കും. ദിസ് ഈസ് നോട്ട് ലീഗൽ. ദിസ് ഈസ് നോ വേ ലീഗൽ. ആൻഡ് ഐ ഡോണ്ട് കെയർ ഇവരേത് ഡിപ്പാർട്ട്മെൻറ്റോ ആരാണെന്നോ എന്ത് ID പിടിച്ചുകൊണ്ട് നടക്കുന്നു. നോ, നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നിയമം എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ദ ലോ അപ്ലൈസ് ടു ഓൾ. നിയമത്തിന് മേളിൽ ആരും ഇരിക്കുന്നില്ല, ഇൻക്ലൂഡിങ് ദ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഹൂവെവർ. അവരും നിയമത്തിന് ദേ ആർ ബിലോ ദ ലോ. നിയമം അവരും ഫോളോ ചെയ്യേണ്ടവരാണ്. ഇത് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവരറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്കറിയാം, അറിയാൻ വേലഞ്ഞിട്ടല്ല. ബട്ട് ദേ സ്റ്റിൽ ഫീൽ ദേ ഹാവ് ദ അതോറിറ്റി അബവ് ദ ലോ. അത് നടക്കത്തില്ല. നമ്മൾ സാധാരണ ആൾക്കാർ ഇത് മനസ്സിലായില്ലെങ്കിൽ, ഇത് ഫൈറ്റ് ബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനുഷ്യ അവകാശം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാണ്ടാവും. പ്രൈവസി എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും. ഈ 5G ടവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മാത്രം സ്പീഡ് കൂട്ടാനുള്ളതല്ല. ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ, ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഈ 5G ടവേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ റിസർച്ച് ചെയ്യുക. റോബർട്ട് ഡങ്കൺ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഡോക്ടർ റോബർട്ട് ഡൺകൺ, DUNCAN, റോബർട്ട് ഡൺകൺ. അല്ലെങ്കിൽ ബ്രയൻ ട്യൂ എന്ന് പറയുന്നത് നോക്കുക. അല്ലെങ്കിൽ എഡ്വേർഡ് സ്നോഡൻ, ഇത് നോക്കുക. ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാർ ഇവരെന്നെ പോലെ തന്നെ വിക്ടംസ് ആണ്. ദേ ആർ ഇൻ അമേരിക്ക. ഇവരാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ആൾക്കാർ എത്ര സംസാരിക്കുന്നില്ല. ഇത് അനുഭവിക്കുന്ന ആൾക്കാർ അവർ അടിച്ചതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചുറ്റത്താരെയും കാണത്തുമില്ല, കേൾക്കത്തുമില്ല ഇതിനെക്കുറിച്ച്. കാരണം അവരതനുസരിച്ച് ആൾക്കാരെ അമർത്തുകയാണ്, അവർ താക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മുടെ അയൽവാസികളെ ഉപയോഗിച്ച് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകൾ മുഴുവൻ ക്യാമറ ഫിറ്റ് ചെയ്യും, ചുറ്റത്തെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്യും. നമുക്കറിയത്തില്ല എവിടെയാണ്. പിൻ ഹോൾ ക്യാമറാസ് ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത്. മൈക്രോഫോൺസ് വീട് മുഴുവൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് പല രീതിയിലും ചെയ്യാൻ പറ്റും. പെയിൻറ്റിങ്ങിന് വരുന്ന ആൾക്കാർ, വണ്ടി ഓടിക്കുന്ന ആരോ ആയിരിക്കും, അല്ലെങ്കിൽ ജോലിക്കാരിയെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെയും നമ്മളെ വിസിറ്റ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് കയറി വന്നവരെ കൊണ്ടായിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എത്ര തപ്പിത്തിരക്കിയാലും ഇത് എവിടെയാണെന്ന് നമുക്കറിയാം. വളരെ ബുദ്ധിമുട്ടാണ്. അതിന് മിലിറ്ററി ഗ്രേഡ് പിൻ ഹോൾ ക്യാമറാസൊക്കെയാണ്. അപ്പോൾ അതിനുള്ള ഡിവൈസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ കൊണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം പ്ലീസ് മനസ്സിലാക്കുക, ഇത് ഒരു വിക്ടിം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പോലീസോ ഒഫീഷ്യലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ആളിനെ ചൂഷണം ചെയ്യുക, ഇങ്ങനൊരു കേസ് ഇവർക്കെതിരെ കൊണ്ട് നിങ്ങൾ അവരെ ചെന്ന് അത് പറയുക ഇത് പറയുന്ന, നിങ്ങൾ ചിന്തിക്കുക, നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് ആർക്കും അനുവാദമില്ല. ആർക്കും, നോട്ട് ഇവൻ ദ പോലീസ്, ഐ എം റിപ്പീറ്റഡ്ലി സേയിങ്, ആർക്കും അങ്ങനെ ആൾക്കാരെ വിട്ട് ഒരാളിനെ ചൂഷണം ചെയ്യാനോ അനാവശ്യം പറയാനോ അവരെ വണ്ടി കൊണ്ട് ഇടിക്കാനോ അവരെ ശല്യപ്പെടുത്താൻ അനുവാദമില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് നിയമം എന്താണ്. അങ്ങനെ നിങ്ങളുടെ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു തുക തന്നു, അപ്പോഴേ ചിന്തിച്ചോണം ദാറ്റ് പേഴ്സൺ ഈസ് എ ക്രിമിനൽ. നിങ്ങളെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഒരു തവണ അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്താൽ അവരുടെ ദേഹത്ത് എവിടെയെങ്കിലും ക്യാമറ കാണും, ചുറ്റത്ത് എവിടെയെങ്കിലും വേറൊരാളിൽ നിന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ കുടുങ്ങും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന എനിക്ക് കള്ളിനുള്ളത് അല്ലെങ്കിൽ കഞ്ചാവിനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിങ്ങുള്ളത് എനിക്കിപ്പം കാശ് കിട്ടി, എനിക്കെന്ത് വേറൊരാളുടെ ജീവിതം ഒന്ന് നശിപ്പിക്കുന്നതിന് എനിക്കെന്ത് എന്ന് ചിന്തിച്ചാൽ ഒന്ന് നിങ്ങൾ ഓർക്കണം, ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് അത് അടുത്ത ദിവസം നിങ്ങളോട് അത് തന്നെ ചെയ്യും വേറൊരാൾ. ഇതുപോലെ തന്നെ വേറൊരാൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ മോളോടായിരിക്കും ഇത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. നിങ്ങൾ എത്ര ഇത് സപ്പോർട്ട് ചെയ്യുന്നു, ഈ ക്രൈം കൂടിക്കൊണ്ടിരിക്കും, ഈ ക്രിമിനൽസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇത് നിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ദ പബ്ലിക്, ദ സൊസൈറ്റി ഷുഡ് ജോയിൻ. ഇതിന് ലാവിഷായിട്ട് വീഡിയോസ് ഓൺലൈനിലുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, റിസർച്ച് ചെയ്യുക. ഭാരത് സേഫ് ഭാരത് എന്ന് പറഞ്ഞ സരോജ മാം എന്ന് പറയുന്ന സരോജ എന്ന് പറഞ്ഞ ഒരാൾ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സേഫ് ഭാരത് എന്ന്. അത് വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ 100% ഞാൻ ഷെയർ ചെയ്യാം. there's a lot of videos. ഇതിനൊരു പെറ്റീഷൻ ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞു. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ചീഫ് ജസ്റ്റിസിന് വരെ ഓൾറെഡി ഇത് ഓൾറെഡി റേസ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ കംപ്ലയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടു റേസ് എ ലോ അഗെയിൻസ്റ്റ് ദിസ് ക്രൈം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിനെതിരെ ആരും നിൽക്കുന്നില്ല.
നോബഡി ഈസ് വില്ലിങ് ടു ടേക്ക് ആക്ഷൻ. ഇപ്പോഴും നാട്ടുകാരുടെ വിചാരമേ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല, എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇത് എന്താ പറയുക, ടോപ്പ് ലെവൽ, നമ്മൾ ചിന്തിക്കാത്ത വേൾഡ് എക്കണോമിക് ഫോറം അല്ലാത്ത ടോപ്പ് ലെവൽ ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നതാണ് ഇത്. ഇതെല്ലാം ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോവിഡ് മാതിരി, കോവിഡ് ഇതിനെക്കാട്ടിലും ഭേദമാണെന്ന് ഞാൻ പറയുള്ളൂ. ദിസ് ഇസ് മച്ച് മോർ ഡേഞ്ചറസ്. അത് നമ്മൾ ആൾക്കാർ യോജിച്ചില്ലെങ്കിൽ ഇത് നമുക്കെല്ലാവരും പ്രശ്നമാവും. പ്ലീസ് ഡൂ യുവർ റിസർച്ച്, പ്ലീസ് മനസ്സിലാക്കുക, നിയമം മനസ്സിലാക്കുക, മനുഷ്യ അവകാശങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഇങ്ങനത്തെ ക്രിമിനൽസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എൻ അതോറിറ്റി ഹു ഹാസ് എൻ ID, ഐ എം റിപ്പീറ്റഡ്ലി ടെല്ലിങ് യു, സപ്പോർട്ട് ചെയ്യരുത്. ടേക്ക് എ ഫോട്ടോ ഓഫ് ദാറ്റ് പേഴ്സൺ, ടേക്ക് എ ഫോട്ടോ ഓഫ് ദെയർ ID, ചോദ്യം ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യരുത്. സ്ട്രോങ് ആയിട്ട് നിന്ന് പറയണം, സഹായിക്കാൻ താല്പര്യമില്ല. ഇന്ന് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർ സ്ട്രോങ് ആവും. ഈ ക്രിമിനൽസ് നിങ്ങളുടെ ഫാമിലിയും അറ്റാക്ക് ചെയ്തിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാര്യം എന്താണ്, സത്യമാണ്. ഇത് ഒത്തിരി ആൾക്കാർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒത്തിരി ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരെ ഈ മിലിറ്ററി ഗ്രേഡ് വെപ്പൺ കൊണ്ട് ചൂഷണം ചെയ്ത് അവരെ കൊന്നിട്ടുണ്ട്. അവർക്ക് എന്തും ചെയ്യാൻ പറ്റും ഈ മിലിറ്ററി ഗ്രേഡ് വെപ്പൺ കൊണ്ട്. നമ്മുടെ ബ്രെയിൻ വായിക്കാൻ മാത്രമല്ല, നമ്മുടെ ദേഹം അവർ കത്തിച്ചാമ്പലാക്കാനുള്ള ശക്തി ആ വെപ്പണിനുണ്ട്. നമുക്ക് കാണാനൊക്കത്തില്ല. അവർക്ക് അപ്പുറത്തെ വീടുകളിൽ നിന്ന് അവർക്കത് ഫയർ ചെയ്ത് നമ്മുടെ ബോഡി ബേൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. എനിക്ക് ഒത്തിരി ചെസ്റ്റ് പെയിൻസും ഹാർട്ട് പാലിപ്പിറ്റേഷൻസ്, റിപ്പീറ്റഡ് ഹാർട്ട് പെയിൻ ഉണ്ടായിട്ടുണ്ട് ഈ ഡിവൈസ് ഇവർ എൻ്റെ മേത്ത് ഉപയോഗിച്ചിട്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഐ എം റിപ്പീറ്റഡ്ലി ടെല്ലിങ് യു, പ്ലീസ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക, ഇതിനെതിരെയായിട്ട് നിൽക്കുക. ഒരിക്കലും ഒരു ആളിനെ, ഐ ഡോണ്ട് കെയർ വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, അതോറിറ്റി ഓർ ഹൂ ദേ ആർ, അവർ എന്ത് കഥ പറഞ്ഞാലും ഇങ്ങനെ നിങ്ങൾ നിയമം മനസ്സിലാക്കി ഒരാളിനെ ചൂഷണം ചെയ്യാൻ സപ്പോർട്ട് ചെയ്യരുത്. This is my humble request.